ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. ഈ വർഷം നടന്ന HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ 2 പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. A, B എന്ന് പറഞ്ഞുകൊണ്ട് 2 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ചോദ്യം, A, B എന്നിവ ഏതുതരം കോശങ്ങളാണെന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ സെൽസ് മാർക്ക്ഡ് A and B. A എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? പ്ലാന്റ് സെല്ലാണ്. ഓക്കെ, പ്ലാന്റ് സെല്ലാണ്, സസ്യകോശമാണ്. B എന്ന് പറയുന്നത് അനിമൽ സെല്ലാണ്, ജന്തുകോശമാണ്. ഇനി ഇതിലെ B ചോദ്യം, 1, 2, 3 എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഐഡന്റിഫൈ ദ പാർട്സ് 1, 2 and 3. അപ്പോൾ അവിടെ 1, 2, 3 എന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കുക. 1 എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്, അഥവാ മർമ്മമാണ്. 2 എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മമാണ്, കോശദ്രവ്യമാണ്. 3 എന്ന് പറയുന്നത് വാക്യൂളാണ്, അഥവാ ഫേനം ആണ്. ഓക്കെ, അപ്പോൾ 3 എണ്ണവും നമുക്ക് കിട്ടി. ഇനി ഇതിലെ C ചോദ്യം നോക്കാം. ഈ കോശങ്ങൾ തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ കുറിക്കുക. റൈറ്റ് 2 ഡിഫറൻസസ് ഓഫ് ദീസ് സെൽ. അപ്പോൾ ഈ സെല്ലിൻ്റെ 2 ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്? ക്ലോറോഫിലും സെൽ വാളുമാണ്. ഹരിതകവും കോശഭിത്തിയുമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത. ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന് പറയുന്നത് എവിടെയാണ്? 1ലും, അതുപോലെ സെൽ വാൾ ഉള്ളത് 2ലുമാണ്. പ്രവർത്തനം 2, വ്യത്യസ്ത ഇനം ഉപകരണങ്ങളുടെ ചലന രീതിയും പ്രയോജനവും ചുവടെ നൽകിയിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. വേരിയസ് ടൈപ്സ് ഓഫ് ഡിവൈസസ്, ടൈപ്പ് ഓഫ് മോഷൻസ് ആൻഡ് എയർ യൂസേഴ്സ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ എന്താണ്? മൂവിങ് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ്, ടൈപ്പ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്, യൂസസ് എന്തൊക്കെയാണെന്നുള്ള ടേബിളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചലിക്കുന്ന വസ്തു ലിഫ്റ്റ്. അതിൻ്റെ ചലന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലീനിയർ മോഷനാണ്, അഥവാ നേർരേഖാ ചലനമാണ്. യൂസസ് ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ ബിൽഡിംഗ്. കെട്ടിടങ്ങളിൽ കയറലും ഇറങ്ങലും ആണ്. ഇനി രണ്ടാമത്തേത് വർത്തുള ചലനം തന്നിട്ടുണ്ട്. അതിന് ചലിക്കുന്ന വസ്തു നമുക്ക് എഴുതണം. സർക്കുലർ മോഷനാണ്. ക്ലോക്ക് നീഡിൽ മോഷൻ അങ്ങനെയാണ്. ഓക്കെ, ക്ലോക്കിലെ സൂചിയുടെ ചലനം. യൂസ് എന്താണ്? ടു നോ ടൈം, സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മൂന്നാമത്തേത് മൂവബിൾ ചെയറാണ്, കറങ്ങുന്ന കസേരയാണ്. അതിൻ്റെ ചലന രീതി എന്ന് പറയുന്നത് റൊട്ടേഷനാണ്, ഭ്രമണമാണ്. യൂസ് എന്താണ്? ടു മൂവ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് അല്ലേ, എല്ലാ വശങ്ങളിലേക്കും തിരിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലെ B ചോദ്യം, മുകളിലുള്ള ഏതെങ്കിലും ഒരു ചലനത്തിൻ്റെ പ്രത്യേകത വിശദമാക്കുക. റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് എനി വൺ ഓഫ് ദ മോഷൻസ് ഗിവൺ എബവ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ എഴുതാം. നിങ്ങൾക്ക് ലീനിയർ മോഷൻ്റെയോ സർക്കിൾ മോഷൻ്റെയോ റൊട്ടേഷൻ്റെയോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു പെക്യുലാരിറ്റീസ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇതിലെ C ചോദ്യം നോക്കാം. അടുത്ത പ്രവർത്തനം ഇതിലെ C ആണ്. Statement related to auxiliary motion are given below. ദോലന ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? വൈബ്രേഷൻ ഈസ് എ ഫാസ്റ്റ് ഓസ്കിലേഷൻ. ദ്രുതഗതിയിലുള്ള ദോലന ചലനമാണ് കമ്പനം എന്ന് പറയുന്നത്. മോഷൻ ടുവേർഡ്സ് വൺ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ചലനം. മോഷൻസ് ടുവേർഡ്സ് ബോത്ത് ഡയറക്ഷൻസ് ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കുമുള്ള ചലനം. ഓൾ ആക്സിലറേറ്ററി മോഷൻസ് ആർ വൈബ്രേഷൻസ്. എല്ലാ ദോലനങ്ങളും കമ്പന ചലനമാണ്. ഇനി ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം എബവ്. പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 and 2 ആർ കറക്റ്റ്, 2 and 3 ആർ കറക്റ്റ്, 3 and 4 ആർ കറക്റ്റ്, 1 and 3 ആർ കറക്റ്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ്. പ്രവർത്തനം 3, താഴെ കൊടുത്തിരിക്കുന്ന കാന്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പരിശോധിക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് റിലേറ്റഡ് ടു മാഗ്നറ്റ്. ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ ചിത്രം ഏതെന്ന് കണ്ടുപിടിക്കാൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ്. അഥവാ നമ്മൾ നോക്കേണ്ടത് 2 എതിർ പോളുകൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കാന്തം ശരിയായിട്ട് ഇരിക്കുകയുള്ളൂ, അഥവാ നോർത്തും സൗത്തും കൂടെ ചേരുകയുള്ളൂ. ഒരിക്കലും നോർത്തും അല്ലെങ്കിൽ സൗത്തും കൂടെ ഒരിക്കലും യോജിച്ച് ഇരിക്കില്ല. അതെപ്പോഴും വിഭജിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മാത്രം മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ രണ്ടാമത്തേതും മൂന്നാമത്തേതും ചിത്രമാണ് എതിർ പോളുകളുള്ളത്, അതാണ് ശരിയായിട്ടുള്ളത്. ഇനി B ചോദ്യം, വിച്ച് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദ ലൈക്ക്
പോൾസ്. ഇതിൽ സജാതീയ ധ്രുവങ്ങൾ സൂചിപ്പിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണ്? എതിർവശത്തുള്ള പോൾസ് ഉള്ളത് ഏതൊക്കെയാണ്? ഒന്നാമത്തേതും നാലാമത്തേതുമാണ്. ഇനി സി ചോദ്യം, വിച്ച് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ നാവിഗേറ്റേഴ്സ് ഫൈൻഡ് ദ ഡയറക്ഷൻ, നെയിം എ ഡിവൈസ് ഇൻ വിച്ച് ദിസ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം ഈസ് യൂസ്ഡ്. കപ്പൽ യാത്രികരെ ദിശ അറിയുന്നതിന് കാന്തത്തിൻ്റെ ഏത് സ്വഭാവമാണ് ഉപയോഗിക്കുന്നത്? കാന്തത്തിൻ്റെ ഈ സ്വഭാവം പ്രയോജനപ്പെടുത്തിയ ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് പ്രയോജനപ്പെടുത്തുന്നത്? നമുക്കറിയാം, കാന്തം സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയാൽ അത് തെക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കും, അഥവാ നോർത്ത് സൗത്ത് പോളിലായിട്ട് നിൽക്കും, നോർത്ത് സൗത്തായിട്ട് നിൽക്കും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് കോമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പസ് ആണ് ഈ നാവിഗേറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലെ നാലാമത്തെ പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ബേസ്ഡ് ഓൺ ദ മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ദം. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മിക്സ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, മിശ്രിതം. പിന്നെന്തൊക്കെയാണുള്ളത്? മിശ്രിതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ശുദ്ധ പദാർത്ഥമാണ് അല്ലേ, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് എഴുതണം. ഇനി പ്യുവർ സബ്സ്റ്റൻസിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെയാണ്? ഓക്സിജന്, അതുപോലെ തന്നെ മെർക്കുറി, അയൺ, ഇതൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്നത്. ഇനി അടുത്തത് മിശ്രിതം. മിക്സ്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്? സോഡ, അതുപോലെ തന്നെ എയർ, പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്നത് ഓക്സിജനും മെർക്കുറിയും അതുപോലെ അയണ്. ഇനി മിശ്രിതം അഥവാ മിക്സ്ചറിൽ വരുന്നത് സോഡ, എയർ അഥവാ വായു, അതുപോലെ തന്നെ പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ. ഇനി ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, അതുപോലെ ഓക്സിജൻ നൈട്രജൻ, സോഡ എയർ, വാട്ടർ ഗ്ലിസറിൻ, തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റും അതുപോലെ ഓക്സിജൻ നൈട്രജനും, സോഡ വായു, ജലം ഗ്ലിസറിൻ. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? സി ആണ് കൂട്ടത്തിൽ പെടാത്തത്. സോഡ എയർ എന്നുള്ളതാണ്, സോഡ വായു എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത്. ഇനി സി ചോദ്യം, റൈറ്റ് ദ കോമ്പണൻസ് ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ്. സ്വർണ്ണാഭരണത്തിലെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണുള്ളത്? സ്വർണ്ണത്തിലുള്ളത് സ്വർണവും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പുമാണ്, കോപ്പറുമാണ്. ഓക്കെ, ഗോൾഡ്, കോപ്പർ, ഇത് രണ്ടുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5 ആണ്. അസ്ഥികൾ ശരീരത്തിനും ആകൃതിയും ഉറപ്പും നൽകുന്നു, അവ ചലനത്തിനും സഹായിക്കുന്നു. ബോൺസ് ഗിവ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു അവർ ബോഡി ആൻഡ് ദേ ഓൾസോ ഹെൽപ്പ് ഇൻ മൂവ്മെൻറ്റ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഇവിടെ തന്നിട്ടുള്ളത് അസ്ഥി, ബോണ്, പ്രത്യേകത, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രയോജനം, അതിൻ്റെ യൂസ്. ഒന്നാമത്തത് വാരിയല്ലാണ്. 12 ജോഡി അസ്ഥികൾ വളഞ്ഞ് കൂട് പോലെ കാണുന്നു. റിബ്സ് ആണ്. 12 പെയേഴ്സ് ബെൻഡ് ടു ഫോം ലൈക്ക് എ കേജ്. പ്രയോജനം എന്താണ്? ടു പ്രൊട്ടക്റ്റ് ഹാർട്ട് ആൻഡ് ലങ്സ്, ഹൃദയം, ശ്വാസകോശം എന്നിവയെ സംരക്ഷിക്കുന്നതാണ്. ഇനി നട്ടെല്ലാണ്. നട്ടെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് ഷേപ്പിലാണ്. ഓക്കെ, എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, ശരീരചലനം സാധ്യമാക്കുന്നു. ഹെൽപ്സ് ടു സ്റ്റാൻഡ് സ്മാർട്ട് ആൻഡ് മക്ക ബോഡി മൂവ്മെൻറ്റ് പോസിബിൾ. നെക്സ്റ്റ് വൺ, കയ്യിലെ എല്ലുകളാണ്. ബോൺസ് ഇൻ ദ ഹാൻഡ് ആണ്. വിരലുകളിൽ ചെറിയ അസ്ഥികൾ ചേർന്നിരിക്കുന്നു. ഭുജത്തിലും കണം കൈയിലും നീളമുള്ള അസ്ഥികളുമാണ്. സ്മോൾ ബോൺസ് ആർ ജോയിൻ ഇൻ ഫിംഗേഴ്സ്. ലോങ് ബോൺസ് ആർ സീൻ ഇൻ ദ ആം ആൻഡ് ഫോർ ആം. ഓക്കെ, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ടു മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്, കൈകളുടെ ചലനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് കാലിലെ എല്ലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാലിലെ എല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വിരലുകൾ, ചെറിയ അസ്ഥികൾ, തുടയെല്ല് വലുത്. ഓക്കെ, സ്മോൾ ബോൺസ് ഇൻ ദ ഫിംഗേഴ്സ്, ബിഗ് ഹൈ ബോൺസ്, തൈ ബോൺസ്. ഓക്കെ, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ടു മൂവ്മെൻറ്റ് ഓഫ് ലെഗ്, കാലുകളുടെ ചലനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് എഴുതുക. റൈറ്റ് ദ നെസസിറ്റി ഓഫ് വിയറിംഗ് ഹെൽമെറ്റ് വൈൽ ട്രാവലിംഗ് 1
ടു വീലേഴ്സ്. എന്താണ്? സ്കൾ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ബ്രെയിൻ. തലച്ചോറിലെ സംരക്ഷിക്കുന്ന കവചമാണ് തലയോട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ തലയോട് പൊട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. സി ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഏതാണ്? തൈ ബോൺ ആണ്. തുടയലാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം പ്രവർത്തനം 6 താഴെ കൊടുത്തിരിക്കുന്ന വായിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ. നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നു. ദ സ്റ്റാർ സീൻ ടു ഗ്ലോ. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര ഈസ് എ സ്റ്റാർ വിച്ച് ഈസ് ക്ലോസ് ടു ദ എർത്ത്. ദെൻ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമാണ്. ദ മൂൺ ഈസ് എ സെൽഫ് ഗ്ലോയിങ് സ്ഫിയർ. ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്, അഥവാ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതിലെ ബി ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണമെന്ത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ സ്റ്റാർ സീം ടു ട്വിങ്കിൾ? എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം, ലുക്ക് അറ്റ് ദ പിക്ചർ ഷോയിങ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചന്ദ്രൻ്റെ പരിക്രമണം കാണിക്കുന്ന ഈ ചിത്രം പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ചോദ്യം, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഭാഗത്ത് ചന്ദ്രനെ എങ്ങനെ കാണാൻ സാധിക്കും? ഹൗ ഈസ് ദ മൂൺ അറ്റ് ദ പൊസിഷൻ ഈ ഈസ് സീൻ ടു എ പേഴ്സൺ സ്റ്റാൻഡ് ഓൺ ദ എർത്ത്? എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ഫുൾ മൂൺ ഉള്ളത് കൊണ്ടാണ് അല്ലേ, പൗർണമി ഉള്ളത് കൊണ്ടാണ്. ഇനി ഇതിലെ ബി ചോദ്യം, ഈ പ്രവർത്തനത്തെ ഒരു സ്റ്റിൽ മോഡലായി ശാസ്ത്രമേളയിൽ എങ്ങനെ അവതരിപ്പിക്കാം? ഹൗ ക്യാൻ യു പ്രസൻറ്റ് ദിസ് ഐറ്റം ആസ് എ സ്റ്റിൽ മോഡൽ ഇൻ ദ സയൻസ് ഫെയർ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന്, അപ്പോൾ അത് കൂട്ടുകാർ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ആക്ടിവിറ്റി ആണ് 7th ആക്ടിവിറ്റി, ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബീറ്റിൽ, ഹൗസ് ലിസാർഡ്, ഫിഷ്, സ്നെയിൽ അല്ലേ, വണ്ട്, പല്ലി, മത്സ്യം, മൊൽച്ച്. ഇനി ഇതിൽ ക്ലാസിഫൈ ദ ഗിവൺ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ സ്കെൽറ്റൻസ്. തന്നിരിക്കുന്ന ജീവികളുടെ അസ്ഥിക്കൂടത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു അസ്ഥിക്കൂടം തന്നിട്ടുണ്ട്. എന്താണ്? എക്സോസ്കെൽറ്റൻ തന്നിട്ടുണ്ട്, ബാഹ്യാസ്ഥിക്കൂടം. മറ്റൊരു അസ്ഥിക്കൂടം എന്താണ്? എൻഡോസ്കെൽറ്റൻ ആണ്. ഓക്കെ, എൻഡോസ്കെൽറ്റനിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹൗസ് ലിസാർഡും ഫിഷുമാണ്, പല്ലിയും മത്സ്യവുമാണ്. ഇനി എക്സോസ്കെൽറ്റനിൽ ബാഹ്യാസ്ഥിക്കൂടത്തിൽ വരുന്നത് നമ്മുടെ ബീറ്റിൽ, വണ്ടും അതുപോലെ തന്നെ സ്നൈൽ, ഒച്ചുമാണ്. ഇനി ബി ചോദ്യം, ചൂസ് ദ കറക്റ്റ് നമ്പർ ഓഫ് ബോൺസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ അനുയോജ്യമായ എണ്ണം തിരഞ്ഞെടുക്കുക. സ്കള്ള്, തലയോട് എന്ന് പറയുന്നത് എത്രയാണ്? തലയോടിൽ വരുന്നത് 22 ആണ്. ഓക്കെ, ഇനി റിബ്സിൽ വരുന്നത് എത്രയാണ്? റിബ്സിൽ നട്ടെല്ലിൽ, വാരിയെല്ലിൽ വരുന്നത് 24 ആണ്. ഇനി വെർട്ടിബിൾ കോളത്തിൽ വരുന്നത്, അഥവാ നമ്മുടെ നട്ടെല്ലിൽ വരുന്നത് 33 ആണ്. ഓക്കെ, 33 ആണ്. ഇനി ഇൻ ഈച്ച് ഹാൻഡ്, ഓരോ കയ്യിലും വരുന്നത് 32 ആണ്. ഇതിലെ സി ചോദ്യം, നട്ടെല്ലിന് ക്ഷതമേറ്റ് വീണ് കിടക്കുന്ന ഒരാളിന് നൽകാൻ പാടില്ലാത്ത പ്രവർത്തനം ഏത്? വിച്ച് ആക്ടിവിറ്റി ഈസ് നോട്ട് ടു ബി ഗിവൺ ടു എ പേഴ്സൺ ഹൂസ് വിർട്ടബിൾ കോളം ഈസ് ഇഞ്ചേർഡ്? എന്താണ്? ശരീരഭാഗങ്ങൾ ഇളക്കാതെ സംരക്ഷിക്കുന്നു, ലഘു വ്യായാമങ്ങൾ ചെയ്യിക്കുന്നു, തോളിൽ എടുത്തുകൊണ്ടു പോകുന്നു, വീതിയുള്ള പലകയിൽ കിടത്തുന്നു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഡിയിലുള്ളതാണ്, അഥവാ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. സം മെത്തേഡ്സ് ഓഫ് സെപ്പറേറ്റിംഗ് കോമ്പണൻസ് ഫ്രം എ മിക്സ്ചർ ആർ ഗിവൺ എബോവ്, ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അത് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പിക്ചേഴ്സായിട്ട് നോക്കാം. ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഫിൽറ്ററിംഗ് ആണല്ലേ, അരിക്കലാണ്. രണ്ടാമത്തേത് റിമൂവ് വിത്ത് ഹാൻഡ് ആണ്, കൈകൊണ്ട് പെറുക്കി മാറ്റലാണ്. മൂന്നാമത്തേത് ഇവാപ്പറേഷൻ ആണ്, ബാഷ്പീകരണമാണ്. നാലാമത്തേത് പാറ്റുക അല്ലെങ്കിൽ വീശുക എന്നൊക്കെ പറയും. ഇനി ബി ചോദ്യം, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഗിവൺ ഇൻ പിക്ചർ 3. ചിത്രം 3 കാണുന്ന വേർതിരിക്കുന്ന രീതി വിശദമാക്കുക, അഥവാ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിനെ ബാഷ്പമാക്കി മാറ്റുന്ന രീതിയാണല്ലേ. അപ്പോൾ അതെന്താണെന്ന് അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക.
സി ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എക്സാമ്പിൾ ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ബേക്കിംഗ് സോഡ, എയർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ. അപ്പക്കാരം, വായു, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ. ഏതാണ്? വായുവാണ്. എയർ ആണ് പ്യുവർ സബ്സ്റ്റൻസ് അല്ലാത്തത്. അതിൽ കുറേ കാര്യങ്ങൾ മിക്സ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ നോക്കി ഇമ്പോർട്ടൻ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.